ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ. സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നവംബർ 24 ഞായറാഴ്ച. ഫ്രൈഡേ നിഫ്റ്റി 557 പോയിന്റിന്റെ റാലി ചെയ്ത് 23,907 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ. അപ്പോൾ ഇന്നലെ മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും ഇലക്ഷൻ ഫലങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. NDAക്ക് വളരെ അനുകൂലമായ മഹാരാഷ്ട്രയിലെ റിസൾട്ട് കാരണം മൺഡേ മാർക്കറ്റ് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത. അപ്പോൾ ഓപ്പണിംഗ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ക്ലോസിംഗ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ മൺഡേ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്ത മാർക്കറ്റ് ക്ലോസിംഗോട് കൂടി വീക്ക് ആയാൽ നമുക്ക് ഇത് അനുമാനിക്കാം, മാർക്കറ്റ് ഇനിയും ഒരു കൺസോളിഡേഷൻ ഫേസിലേക്ക് പോകാനാണ് സാധ്യത. അതല്ല, രാവിലെ ഉണ്ടാക്കിയ ഗെയിൻ നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് അനുമാനിക്കാം ചിലപ്പോൾ ഈ മാർക്കറ്റ് ഒരു റാലി, ഒരു ബുള്ളിഷ് റാലി തരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വേറെ ഒരു പോസിബിലിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് ബുള്ളിഷ് ആയാൽ തന്നെ ലാർജ് ക്യാപ്പുകൾ മാത്രം മുകളിൽ കയറി പോവുകയും മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പുകളും അണ്ടർ പെർഫോം ചെയ്യാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും മൺഡേ വരെ കാത്തിരിക്കണ്ടോ, ഒരു ദിവസമേ ഉള്ളൂ. നാളെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സുഹൃത്തുക്കളെ, ഞായറാഴ്ചക്ക് പുറമെ എല്ലാ ബുധനാഴ്ചകളിലും ഞാനൊരു വീഡിയോ ചെയ്യുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ബുധനാഴ്ചയും ഒരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുധനാഴ്ച ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ഡിലേ വന്നേക്കാം. എന്തായാലും ഒരു 9 മണിക്ക് മുമ്പ് തന്നെ വീഡിയോ റിലീസ് ചെയ്യാനായിട്ട് ഞാൻ പൂർണ്ണമായും ശ്രമിക്കാം. എല്ലാ ബുധനാഴ്ചകളും ചെയ്യാൻ പറ്റുമെന്നറിയില്ല, പക്ഷെ സൗകര്യം കിട്ടുകയാണെങ്കിൽ എല്ലാ ബുധനാഴ്ചകളിലും ചെയ്യാം. ബുധനാഴ്ച നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത സ്റ്റോക്ക് ഏതായിരുന്നു? സാന്ധാർ ടെക്നോളജീസ്. അത് 509 രൂപ എന്ന വിലയിൽ ആവുമ്പോഴാണ് നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തത്. 495 രൂപ വരെ പോയതിനു ശേഷം അത് 511 രൂപയിലാണ് ഈ ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് സൺഡേ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് ഏതായിരുന്നു? ലെമൺ ട്രീ ഹോട്ടൽസ്. ലെമൺ ട്രീ ഹോട്ടൽ 121 രൂപ എന്ന വിലയിലാവുമ്പോഴാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സ്റ്റോക്ക് 127 രൂപയുടെ ഹൈ കാണിച്ചതിന് ശേഷം 125 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റോക്ക് പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുകൂടാതെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സൺഡേ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ തമ്പനയിൽ എന്തായിരുന്നു ആരെങ്കിലും ഓർമ്മ ഉണ്ടോ? പേടി വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നായിരുന്നു. പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പേടിച്ചിരിക്കുന്ന അവസരത്തിൽ നിഫ്റ്റി 557 പോയിന്റ് റാലി നടത്തി. അപ്പൊ ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഒരിക്കലും മാർക്കറ്റിന്റെ ബോട്ടം കണ്ടുപിടിക്കാൻ ശ്രമിക്കാതെ സ്റ്റാഗേർഡ് അഡീഷൻ നടത്തിക്കൊണ്ടിരിക്കുക. നല്ല നല്ല സ്റ്റോക്കുകളിൽ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ കേട്ടോ. അപ്പൊ കുറേശ്ശെയായിട്ട് അങ്ങനെ അഡീഷൻ നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ SIP ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. 2 ആഴ്ച മുമ്പ് നമ്മൾ പറഞ്ഞ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, ഹോം ഫസ്റ്റ് ഫൈനാൻസ്. 1090 ഈ സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ സ്റ്റോക്ക് സൺഡേ പറഞ്ഞതിന് ശേഷം മൺഡേ ഈ സ്റ്റോക്ക് തുറന്ന് തന്നെ ഏകദേശം 1060 രൂപയിലോ മറ്റോ ആണ്. അപ്പോ ആരെങ്കിലും പഠിച്ചതിന് ശേഷം അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 1060 രൂപയ്ക്കൊക്കെ കിട്ടിയേനെ, അല്ലെങ്കിൽ 1020 രൂപയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്റ്റോക്ക് ഈ ആഴ്ച വീണ്ടും തിരിച്ചു കയറി 1090 രൂപ വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അത് വാങ്ങിച്ച വിലയിൽ തന്നെയാണ്, ഇവൻ ഞാൻ പറഞ്ഞ വിലയിൽ തന്നെയാണ്. അപ്പൊ ഇതിന് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ പറയുന്ന പല സ്റ്റോക്കുകളും അറ്റ്ലീസ്റ്റ് നഷ്ടം തരാതെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിൽ നഷ്ടം തരാതെ പിടിച്ചു നിൽക്കുക തന്നെ വലിയൊരു കാര്യമാണ്, അല്ലെ? അത് മാത്രമല്ല, ചില സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കയറിപ്പോയ ഒരു സ്റ്റോക്കാണ് സ്റ്റെർലിംഗ് ടൂൾസ്. ഈ തേഴ്സ്ഡേ അത് 10% റാലി രേഖപ്പെടുത്തിയുണ്ടായി. അപ്പൊ അത് റാലി ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഒന്ന് നമുക്ക് നോക്കാം എന്താണെന്ന്. സ്റ്റെർലിംഗ് ടൂൾസ് അവരുടെ സബ്സിഡറി കമ്പനി വഴി ചൈനയിലെ GLVAC എന്ന കമ്പനിയുമായി ഉണ്ടാക്കിയ ഒരു പാർട്ണർഷിപ്പ് ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾസിന് വേണ്ടിയുള്ള അഡ്വാൻസ്ഡ് ഹൈ വോൾട്ടേജ് DC കോൺടാക്ടേഴ്സ് നിർമ്മിക്കാനുള്ള ഒരു ധാരണയായിട്ടുണ്ട്. 40 കോടി മുതൽ മുടക്കിൽ ഇന്ത്യയിൽ 2026 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഈ പ്രോജക്റ്റിൽ നിന്ന് 2030 ഏകദേശം 250 കോടിയുടെ റവന്യൂ ആണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റോക്കുകളും സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഇത് സ്റ്റഡി പർപ്പസിന് വേണ്ടി ഞാൻ എന്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത ചില സ്റ്റോക്കുകളാണ്. ആ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് റെഫറൻസിനും സ്റ്റഡി പർപ്പസിനുമായിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബൈയിങ് ഓർ സെല്ലിംഗ് റെക്കമെൻഡേഷൻ അല്ല. ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ അല്ല. നിങ്ങൾക്ക് വേണ്ടത് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആണെങ്കിൽ യൂണിവെസ്റ്റ് പോലെയുള്ള സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി ആപ്പുകളുടെ സഹായം തേടാവുന്നതാണ്. അപ്പൊ ഈ ആപ്പിനെ കുറിച്ച് ഞാൻ മുമ്പുള്ള വീഡിയോകളിലും നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ആപ്പ് വഴി നമുക്ക് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സിന്റെ ലൈവ് ട്രേഡ് കോളുകൾ കിട്ടുന്നതായിരിക്കും. ലൈവ് ട്രേഡ് കോളുകൾ എന്ന് പറഞ്ഞാൽ ഈ കോളുകൾ അവര് ലൈവ് റെക്കമെൻഡേഷൻ അവർ ആപ്പ് വഴി ഷെയർ ചെയ്യുന്നുണ്ട്,
വാട്സാപ്പ് വഴിയും ഷെയർ ചെയ്യുന്നുണ്ട്, ടെലിഗ്രാം വഴിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ സ്റ്റോക്കുകളൊക്കെ ഏത് പ്രൈസിൽ വാങ്ങിക്കണമെന്ന് മാത്രമല്ല ഏത് പ്രൈസിൽ വിൽക്കണമെന്ന് കൂടി അവർ പറയുന്നുണ്ട്. ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം റെക്കമെൻഡേഷനോടൊപ്പം തന്നെ ഇവർ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷന്റെ ട്രേഡ് റെക്കമെൻഡേഷനും നൽകുന്നുണ്ട്. അപ്പോ ഷോർട്ട് ടേം ട്രേഡിന്റെ അക്യുറസി ഏകദേശം 92%. ഇനി നമുക്ക് അവരുടെ ചില ഷോർട്ട് ടേം ട്രേഡുകളും നോക്കിക്കാണാം. ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ട്രേഡുകൾ. ഈ ട്രേഡിൽ ഒറ്റ ദിവസം കൊണ്ട് 7.23% പ്രോഫിറ്റ് ആണ് ലഭിച്ചത്. രണ്ടാമത്തെ ട്രേഡിൽ 2 ദിവസത്തിനുള്ളിൽ 5% പ്രോഫിറ്റ് ആയിട്ട് ലഭിച്ചത്. ഇനി ചില മീഡിയം ടേം ട്രേഡുകൾ ഒന്ന് നോക്കിക്കാണാം. ആദ്യത്തെ ട്രേഡിൽ നോക്കുകയാണെങ്കിൽ 10% 40 ദിവസത്തിനുള്ളിൽ 10% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ട്രേഡിൽ 3.27% 39 ദിവസങ്ങളിലാണ് അവർ സക്സസ്ഫുള്ളി നൽകിയത്. ഇനി ചില ലോങ് ടേമിന് വേണ്ടി നൽകിയ ചില ട്രേഡ് കോളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 10% ആദ്യത്തെ ട്രേഡ് കോളിൽ 10% കിട്ടി. രണ്ടാമത്തെ ട്രേഡ് കോൾ നോക്കിക്കഴിഞ്ഞാൽ 18%, മൂന്നാമത്തെ ട്രേഡ് കോളിൽ 40% റിട്ടേൺ നൽകിയ ചില ട്രേഡ് കോളുകളാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. ഇതുകൂടാതെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിൽ പല സക്സസ്ഫുൾ ട്രേഡ് റെക്കമെൻഡേഷൻ അവർ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതും സ്ക്രീനിൽ കാണാവുന്നതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടാവും സബ്സ്ക്രിപ്ഷൻ വളരെ കോസ്റ്റ്ലി ആവുന്നല്ലേ? സബ്സ്ക്രിപ്ഷൻ കോസ്റ്റ്ലി അല്ല. പ്രതിമാസം 183 രൂപ എന്ന നിരക്ക് മുതൽ അവരുടെ പ്ലാനുകൾ ലഭ്യമാണ്. ഈ ആപ്പിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് 5 ഫ്രീ ട്രേഡ് കോളുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഈ ഫ്രീ ട്രേഡ് കോളുകളുടെ നല്ല രീതിയിൽ വിനിയോഗിക്കൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കമ്പനി ഒരു ഇലക്ട്രിക്കൽ ആൻഡ് ഓട്ടോമേഷൻ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോ വോൾട്ടേജ്, മീഡിയം വോൾട്ടേജ് സ്വിച്ച് ഗിയർ നിർമ്മാതാക്കളിൽ ഒന്നാണ് ഈ കമ്പനി. ഷിപ്പിംഗ് സെഗ്മെന്റിന് വേണ്ടിയിട്ടുള്ള മറീൻ ലൈറ്റ്സുകളും മോട്ടോറുകളും പവർ ജനറേഷനും ഡിസ്ട്രിബ്യൂഷനും മറ്റും ഇവരുടെ ബിസിനസ്സിൽ പെടുന്നു. ഇൻഡസ്ട്രി സെഗ്മെന്റിൽ ഇവരുടെ പ്രോഡക്ട്സ് ഓയിൽ ആൻഡ് ഗ്യാസ്, ഡേറ്റാ സെന്റേഴ്സ്, ബാങ്ക്സ്, എയർപോർട്ട്സ്, ഹോസ്പിറ്റൽ, ഹോട്ടൽ എന്നീ രംഗങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു. ഇന്ത്യൻ നേവി, ബംഗ്ലാദേശ് നേവി, കൊളംബോ ഡോക്യാർഡ്, ONGC, പ്രോക്ടർ ആൻഡ് ഗാംബിൾ, മഹീന്ദ്ര, നെസ്ലെ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, സുസ്ലോൺ എന്നിവരൊക്കെ ഇവരുടെ ക്ലയന്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. കമ്പനിയുടെ പേരാണ് മറീൻ ഇലക്ട്രിക്കൽസ് ഇന്ത്യ ലിമിറ്റഡ്. കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടി പറയാം, മറീൻ ഇലക്ട്രിക്കൽസ് ഇന്ത്യ ലിമിറ്റഡ്. ഈ കമ്പനിയുടെ 5 വർഷത്തെ സെയിൽസ് പെർഫോമൻസ് നോക്കിയാൽ സെയിൽസ് 288 കോടിയിൽ നിന്ന് 622 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആകട്ടെ 9 കോടിയിൽ നിന്ന് 25 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. 3105 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഈ സ്റ്റോക്കിന്റെ ഫേസ് വാല്യൂ 2 രൂപയാണ്. 52 വീക്ക് ഹൈ 308 രൂപ, 52 വീക്ക് ലോ 84. സ്റ്റോക്കിന്റെ കറന്റ് PE 84 സെക്ടർ PE 63, ROC 15.4, ROE 11.2, EPS ലാസ്റ്റ് ഇയർ 1.95, ഡെറ്റ് ടു ഇക്വിറ്റി 0.23, പ്രൊമോട്ടർ പ്ലഡ്ജിംഗ് ഒന്നും ഇല്ല. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ പ്രൊമോട്ടർ 71.17%, FIS 0.25%, DIS 0.08% ഹോൾഡ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കിന്റെ കറന്റ് പ്രൈസ് 225 രൂപയാണ്. സുഹൃത്തുക്കളെ, നിങ്ങളും ഈ സ്റ്റോക്കിനെ കുറിച്ച് വിശദമായി പഠിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇന്നത്തേക്ക് ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.